ലളിതാ സഹസ്രനാമത്തിൻ്റെ 86-ാമത്തെ നാമമാണ് കണ്ഠാത കടിപര്യന്ത മധ്യകൂട്ടസ്വരൂപിണി എന്നുള്ള നാമം. കണ്ഠത്തിൻ്റെ അടിമുതൽക്ക് കണ്ഠാധ കടിപര്യന്തം അരക്കെട്ട് വരെ ഉള്ള മധ്യകൂട സ്വരൂപിണിയായിട്ടുള്ളവൾ എന്നാണ് ഇതിൻ്റെ സാധാരണ അർത്ഥം. വാഗ്ഭവകൂടം എന്ന് പറയുന്നത് മുഖം പോലെയാണ് എന്ന് പറഞ്ഞു. പഞ്ചദശാക്ഷരി മന്ത്രമാണ് ഇതിൽ പറയപ്പെട്ടിട്ടുള്ള വസ്തു. എങ്ങനെയാണ് ഒരു മനുഷ്യന് കഴുത്തുനിന്ന് അരക്കെട്ട് വരെയുള്ള ഭാഗം ഉള്ളത്, അതുപോലെയാണ് 6 അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരി മന്ത്രം ഉള്ളത്. അതിൻ്റെ നടുക്കുള്ള ഭാഗമാണ് മധ്യകൂടം എന്ന് പറയുന്നത്. ഇതിനെയാണ് കാമരാജകൂടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ മന്ത്രജപത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ പ്രകരണം സൂചിപ്പിക്കുന്നത്. നമ്മൾ ദീക്ഷ ഉള്ളവരാണെങ്കിൽ ഗുരുമുഖേന നമുക്ക് മന്ത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം ജപിക്കാതിരിക്കരുത്. നമ്മൾ ജപിക്കാത്തതിൻ്റെ ദോഷം ഗുരുവിനെ ചെന്ന് ചേരും എന്നാണ് പറയുന്നത്. ശ്രീ ശാരദാദേവിയുടെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ ഒരു 2 മണിക്കൊക്കെ ഇരുന്ന് എണ്ണീട്ട് ജപിക്കുന്നത് കാണാത്രേ. അപ്പോൾ ഒരു ദിവസം ഒരു ഭക്ത ചോദിച്ചു, എന്തിനാണ് ഇത്ര നേരത്തെ എണ്ണീട്ട് അമ്മ ജപിക്കുന്നത്? അപ്പോൾ ശാരദാദേവി പറയും, എന്ത് ചെയ്യാം, എൻ്റെ മക്കൾ കുറേ പേര് മന്ത്രം മേടിച്ചു, അവരൊക്കെ അത് അലക്ഷ്യമായിട്ട് ജപിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഞാൻ ആ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അത്രേ. അപ്പോൾ ഇങ്ങനെ ഗുരുമുഖേന കിട്ടിയ മന്ത്രത്തിന് ഒരു ഉദാസീന ഭാവം പാടില്ല. നമ്മൾ പലപ്പോഴും 1000 എന്നുള്ള കണക്കിൽ മന്ത്രങ്ങൾ ജപിക്കും. ഈ വൈഷ്ണവ ഭക്തന്മാരൊക്കെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ എന്നുള്ള ഹരേ ഹരേ എന്നുള്ള മന്ത്രം 108 തവണ ഒരു മാല ജപിക്കും ചുരുങ്ങിയത്. അതുപോലെ 108 മാല ജപിക്കുന്നവർ ഉണ്ട്. അപ്പോൾ 1000 എന്നുള്ളത് ഒരു അനന്തം എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമാണ്. ഒരു അനന്തം തവണ ജപിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന. എത്ര തവണ ജപിക്കണം എന്നൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കണക്ക്. ചില ഭാഗവതാചാര്യന്മാരൊക്കെ കാണാം, അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതുവരെ ഇങ്ങനെ ഹരേ രാമ 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 ജപിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കഴിക്കും. അത് കഴിഞ്ഞുകൊണ്ടേ ബാക്കി ഭാഗം ജപിക്കും. കഴിക്കുമ്പോഴും ജപിച്ചുകൊണ്ടിരുന്നു അർത്ഥം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും അമ്മ പറയാറുണ്ട്, കണക്ക് എഴുതുമ്പോഴും കൂടി നമുക്ക് ജപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിന് ഇന്ന സ്ഥലത്തേ ജപിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊന്നുമില്ല. അതുപോലെ ശിവശിവ എന്നും രാമ എന്നും കൃഷ്ണ എന്നും നമ്മൾ ഊണ് കഴിക്കാനിരിക്കുന്നു, നമുക്ക് വലിയ 15-ാമത് അധ്യായം ജപിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ ഇഷ്ട മന്ത്രത്തിൻ്റെ പേര് മാത്രം ചൊല്ലുക. കൃഷ്ണ എന്നോ അമ്മേ എന്നോ ശിവശിവ എന്നോ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നു. കഴിച്ച് നിർത്തുമ്പോഴും ശിവശിവ എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കുന്നു. അങ്ങനെയുള്ള അഭ്യാസം ആണ് വേണ്ടത്. ഇവിടെ ഈ മന്ത്രത്തിൽ കണ്ഠാത കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി എന്നുള്ളതിൽ 6 അക്ഷരങ്ങളടങ്ങുന്ന പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ 2-ാമത്തെ ഭാഗമായ മധ്യകൂടം അല്ലെങ്കിൽ കാമരാജകൂടം എന്നുള്ളതിനെയാണ് പറയുന്നത്. ഈ വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം എന്നുള്ള ഈ 3 കൂടിയിട്ടുള്ളതാണ് പഞ്ചദശാക്ഷരി മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ അഭ്യാസം കൊണ്ട് ഒരുത്തൻ്റെ ചരമജന്മത്താണ്, അവസാനത്തെ ജന്മമായാൽ മാത്രമേ അയാൾക്ക് ശ്രീവിദ്യ ദീക്ഷ കിട്ടുള്ളൂ എന്നൊക്കെ പറയും. പരമപാവനിയായ ദേവിയുടെ സ്മരണം അത്രയ്ക്ക് അവസാനത്തെ ജന്മത്തെ കിട്ടുള്ളൂ, അത്രയ്ക്ക് ചിത്തശുദ്ധിയുള്ളവർക്കേ കിട്ടുള്ളൂ, അത്രയ്ക്ക് ഉയർന്ന ചിന്താഗതിയുള്ള ഉത്തമ സാധകർക്കാണ് ഇത് ലഭിക്കുന്നത് എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രസാധന ആവശ്യമാണെന്ന് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രകരണം ഈ ദേവിയുടെ സൂക്ഷ്മ രൂപങ്ങളെ വർണ്ണിക്കുന്നത്.